ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട PSC എക്സാം ശനിയാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ആൾക്കാർ തന്നെ എഴുതിയൊരു എക്സാമാണ്. ഏകദേശം 2 ലക്ഷത്തോളം പേര് കൺഫർമേഷൻ നൽകിയ ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ഒരു പക്ഷേ എഴുതിയവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസിൽ ദഫേദാർ, അതുപോലെ ഫാമിംഗ് കോർപ്പറേഷനിൽ സ്വീപ്പർ, സർവേ ഡിപ്പാർട്ട്മെന്റിൽ പ്രസ്മാൻ, ലോണ്ടറി അറ്റൻഡർ, അങ്ങനെ ഏകദേശം 20ഓളം വരുന്ന പോസ്റ്റിലേക്ക് ഒന്നിച്ച് നടത്തിയ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ടഫായിരുന്നോ, ഈസി ആയിരുന്നോ? അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര മാർക്ക് വരാനാണ് സാധ്യത? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട്, ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. 20/9/2025 ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:30 വരെ ആയിരുന്നു ഈ ഒരു എക്സാം PSC കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ GK ഭാഗത്ത് നിന്ന് 40 മാർക്ക്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ GK ഭാഗത്ത് നിന്നാണ്. 40 മാർക്കിന് GK ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് 20 മാർക്ക്, നമ്മുടെ സയൻസ് ഭാഗത്ത് നിന്ന് 10 മാർക്ക്, പൊതുജനാരോഗ്യ ഭാഗത്ത് നിന്ന് 10 മാർക്ക്, നമ്മുടെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന ഭാഗത്ത് നിന്ന് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരുന്നു ഈ ഒരു എക്സാം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എളുപ്പമുള്ള എക്സാം തന്നെയായിരുന്നു ഈ ഒരു എക്സാം. ഒരിക്കലും നമുക്കൊരു ടഫ് എക്സാം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. നമ്മുടെ GK ആയാലും അതുപോലെ തന്നെ നമ്മുടെ മെന്റലബിലിറ്റി, മാത്സ്, ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചത്. കുറച്ചൊന്ന് കുഴപ്പിച്ചു എന്ന് പറയുന്നത്, അതായത് ഉദ്യോഗാർത്ഥിയെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് ഭാഗമാണ്. അതിൽ നിന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗത്തു നിന്നും അത്യാവശ്യം നല്ല എളുപ്പത്തിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ നന്നായി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു നല്ല മാർക്ക് തന്നെ അടിച്ചെടുക്കാൻ പറ്റിയ ഒരു എക്സാം തന്നെയായിരുന്നു ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതിൽ തന്നെ കറന്റ് അഫയേഴ്സ് എന്ന ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു 20 മാർക്കിലാണ് കറന്റ് അഫയേഴ്സ് ഉള്ളത്. അതിലൊരു 15 മാർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ടൈം എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന് കറന്റ് അഫയേഴ്സ് കൂടുതൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 85 മാർക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റും. നമ്മുടെ എക്സാം ഹാളിൽ ഒരു 85 മാർക്കോളം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 85 മാർക്ക്, അതിൽ നമ്മുടെ എക്സാം ഹാളിലുള്ള പ്രഷർ, അതുപോലെ തന്നെ നമുക്ക് ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതുപോലെ നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നമ്മൾ തെറ്റിക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് മാർക്സ് വരും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 85 മാർക്കിൽ നിന്ന് ഒരു 80 മാർക്കായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഒരു 85 മാർക്കൊക്കെ ശരിയാക്കിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൊണ്ടിട്ട് ഒരു 80 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ കുറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 80 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരാനാണ് സാധ്യത. എന്തായാലും വളരെ കുറയാനൊന്നും സാധ്യതയില്ല. കാരണം നല്ല എളുപ്പമായിരുന്നു. നമ്മുടെ PSC എത്ര ആൾക്കാരെ എടുക്കും എന്ന ഫാക്ടർ അനുസരിച്ചിട്ടാണ് നമ്മുടെ കട്ട് ഓഫിലൊക്കെ മാറ്റം വരുന്നത്. എന്നാലും നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 80 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരാനാണ് സാധ്യത. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് കുറയാം, ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടാം. നമ്മുടെ ഒരു എക്സാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കട്ട് ഓഫാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.